നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2026 ഫെബ്രുവരി മാസം 21 തീയതി 1201 ആണ്ട് കുംഭമാസം 9 തീയതി ശനിയാഴ്ച. ഇന്ന് ശനിയാഴ്ചയാണ്. രേവതി നക്ഷത്രമാണ്. നക്ഷത്രങ്ങളിൽ ശുഭനക്ഷത്രമാണ് രേവതി. നക്ഷത്രങ്ങളുടെ ഏറ്റവും ടോപ്പ് നക്ഷത്രമാണ് രേവതി. അത് കഴിഞ്ഞാൽ പിന്നെ അശ്വതിയിലേക്ക് താഴോട്ട് വരികയാണ്. അപ്പോൾ രേവതി നക്ഷത്രം നല്ല നക്ഷത്രമാണ് എങ്കിൽ പോലും ഇന്നത്തെ ദിവസം ശനിയാഴ്ചയാണ്. ശനി എന്ന് പറഞ്ഞാൽ മന്ദൻ്റെ ദിവസമാണ്. മന്ദൻ എന്ന് പറഞ്ഞാൽ പതുക്കെ സഞ്ചരിക്കുന്നവൻ ശനി. ശനിയിൽ പതുക്കെ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. ഓരോ കാര്യങ്ങളും തടസ്സം നേരിടും. അതുകൊണ്ട് ഇന്ന് ഓരോ ശുഭകാര്യത്തിൽ ഇറങ്ങുമ്പോഴും ശ്രദ്ധിക്കണം. അതുമാത്രമല്ല, കുംഭമാസത്തിലെ രേവതി നക്ഷത്രം ബർത്ത്ഡേറ്റ് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ വളരെ സൂക്ഷിക്കണം. ഒരു വർഷം ശനി കൂടെ ഉണ്ടാവും. അപ്പോൾ ശനിയെ പ്രീതിപ്പെടുത്തി കൊണ്ടുപോകണം. ശനിയിൽ കാര്യതടസ്സം ഉണ്ടാവും, സാമ്പത്തിക നഷ്ടം വരും, ജോലിയിൽ പ്രോബ്ലംസ് ഉണ്ടാവും, ചെയ്യുന്ന പ്രവൃത്തിക്കൊന്നും അത്ര റിസൾട്ട് കിട്ടത്തില്ല, ബിസിനസ് ചെയ്യുന്നവർക്ക് അതിൽ മന്ദത ഉണ്ടാവും. അപ്പോൾ നമ്മൾ അത്രയ്ക്ക് ശ്രദ്ധിച്ച് കൊണ്ടുപോവേണ്ട ഒരു വർഷമാണ്. സാമ്പത്തികമായിട്ട് വളരെ സൂക്ഷിക്കണം. അപ്പോൾ ഇതിന് നമുക്ക് അതിജീവിച്ച് പോകാൻ വേണ്ടി എന്ത് ചെയ്യണം? ഒരു ശനീശ്വര യന്ത്രം, ധന നഷ്ടമോ ഒന്നും വരാതിരിക്കാൻ വേണ്ടി ധന ആകർഷണ യന്ത്രവുമായി ചേർത്ത് ഈ ഒരു വർഷത്തേക്ക് വേണ്ടി ഒരു പ്രൊട്ടക്ഷനായിട്ട് യന്ത്രം ധരിച്ചോളണം. അതേപോലെ തന്നെ ശനിയെ നമുക്ക് പ്രീതിപ്പെടുത്തി കൊണ്ടുപോകുന്നതിനൊപ്പം ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ നല്ല ഒന്നാമത് ഇന്ന് എല്ലാ കാര്യങ്ങൾക്കും ഇഴച്ചിലുണ്ടാകുന്ന ദിവസമെന്ന് ഞാൻ പറഞ്ഞു ശനി. അപ്പോൾ രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കണം. 9 മണി മുതൽ 10:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 9 മണിക്ക് രാഹുകാലം തുടങ്ങൂല. രാഹുകാലം 9:42 രാഹുകാലം സ്റ്റാർട്ട് ചെയ്യുള്ളൂ. 10:30 തീരത്തില്ല. 11:10 രാഹുകാലം തീരും. അത് യാത്രയ്ക്ക് മാത്രമേ ബാധകമുള്ളൂ. ഒരു ശുഭകാര്യത്തിനും എടുക്കാൻ പാടില്ലാത്ത 2 സമയങ്ങളാണ് ഗുളികൻ്റെ കാലഘട്ടവും യമകണ്ഠൻ്റെ കാലഘട്ടവും. അതിൽ ഗുളിക കാല സമയം വരുന്നത് 6:46 തൊട്ട് 8:14 വരെയും യമകണ്ഠ കാല സമയം വരുന്നത് 2:06 തൊട്ട് 3:34 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും നല്ലതല്ല. അപ്പോൾ ഈ 2 സമയങ്ങളും നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കൊണ്ടുപോകണം. അതുപോലെ ഇന്നും ഓരോ കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ മാത്രം അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കണം. അതായത് മുഹൂർത്തങ്ങളുടെ രാജാവാണ്, മുഹൂർത്തങ്ങളുടെ മുഹൂർത്തമാണ് ശരിക്കും അഭിജിത്ത്. അഭിജിത്ത് മുഹൂർത്തം എല്ലാ ദിവസവും ഉണ്ട്. ഇന്ന് 12:14 തൊട്ട് 1 മണി 2 മിനിറ്റ് വരെ 48 മിനിറ്റ് നേരം ഉള്ളതിൽ 4 മിനിറ്റ് ഇടയ്ക്കൊഴിച്ച് 44 മിനിറ്റ് നമുക്ക് ശുഭകാര്യത്തിന് എടുക്കാം. അതുപോലെ ഓരോ കാര്യത്തിന് പോകുമ്പോഴും വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം. നീല തുണിയോ കറുത്ത തുണിയോ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ ഇന്നത്തെ ദിവസം ശനീശ്വരൻ്റെ അനുഗ്രഹത്താൽ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.